ഞാൻ ഈ ഒരു അടുപ്പ് കത്തിക്കാറില്ല, അതുകൊണ്ട് അത് മൊത്തത്തിൽ പൊളിച്ച് മാറ്റാൻ തീരുമാനിച്ച്. കുറച്ചധികം പണി തന്നെ ഈ ഒരു കിച്ചണിൽ ഉണ്ട്. അതായത് കുറേ പണിയെടുക്കുന്നുണ്ട് ഈ കിച്ചണിൽ, മാഷാ അല്ലാ. അത് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം അടുപ്പാണ് പൊളിക്കുന്നത്. അടുപ്പ് പൊളിച്ചിട്ടേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ രാവിലെ പണിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, പാത്രങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ടെങ്കിൽ അവിടുന്ന് ഒഴിവാക്കണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങളുണ്ട്, ഞാൻ എടുക്കാത്ത പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റാനുണ്ട്. ഈ ഒരു ചുമരുണ്ടല്ലോ, ഈ ഒരു ചുമര് ഞാൻ ആദ്യം പൊട്ടിക്കാൻ തീരുമാനിച്ചതാണ്. പിന്നെ എൻ്റെ മാപ്പിളക്കൊരു പേടി, വാർപ്പിനൊരു ബുദ്ധിമുട്ട് വരുമെന്ന്, അതുകൊണ്ട് ഇത് പൊട്ടിക്കുന്നില്ല. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു തട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ തീരുമാനിച്ചത് പകുതി പൊളിക്കുക, പകുതി അവിടെ വെച്ചിട്ട് അയറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് 2-3 വരി കല്ല് കൊടുക്കുക, എന്നിട്ട് മേലയിൽ സ്ലാബ് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ തീരുമാനം മാറ്റി അത് ഫുള്ളായി പൊളിക്കുന്നുണ്ട്. ഒന്നിക്കൽ ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് വരും, അല്ലെങ്കിൽ പിന്നെ പുതിയൊരു സ്ലാബും പിന്നെ ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ അവിടെ വരും. അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്താ കൊടുക്കുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല. ആദ്യം ഒന്ന് പൊളിക്കട്ടി എന്ന് തീരുമാനിച്ച്. അങ്ങനെ ഇന്ന് പണിക്കാർ വരുന്നുണ്ട് പൊളിക്കാൻ വേണ്ടിയിട്ട്. അടുപ്പ് പൊളിക്കുമ്പോൾ മൊത്തത്തിൽ പൊടി പാറുമല്ലോ, അതുകൊണ്ട് വേഗം ഞാൻ പാത്രങ്ങളെല്ലാം ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ച്. അതേപോലെ തന്നെ താഴെ അടിച്ചിട്ടുള്ള കബോർഡ് ഉണ്ടല്ലോ, അത് മാറ്റുന്നുണ്ട്. അത് എന്താ പറയുക എൻ്റെ പൊന്നെ, അത് മൊത്തത്തിൽ വൃത്തികേടായിട്ടുണ്ട്. ഈ ഒരു കളർ ഉണ്ടാവും, വൈറ്റ് പോയിട്ട് ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിങ്ങനെ പറഞ്ഞു വരുന്നു, ആ ഷീറ്റൊക്കെ എന്താ പറയുക അത്രയും മോശമായിട്ടുണ്ട്. പിന്നെ മുകളിലത്തത് മാറ്റുന്നില്ല, കളറ് രണ്ടും ഒരേപോലെയാണ്, താഴത്തതും മേലിലത്തതും. പക്ഷേ ഷീറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ കണ്ട അത്രയും മോശം, വൃത്തിയേട് കാണുമ്പോൾ എന്തോപോലെ. അതുകൊണ്ട് ഇതെല്ലാം ഫുൾ ഒഴിവാക്കുന്നുണ്ട്. ഇതിനെ മൊത്തത്തിൽ പൊളിക്കാൻ തീരുമാനിച്ചത്. വീട്ടിൻ്റെ മൊത്തം പണിയെടുപ്പിച്ച ഒരാൾ ഞാനാണ്. വീട്ടിൻ്റെ മരമായാലും പിന്നെ എല്ലാ ഫർണിച്ചർ എല്ലാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ മാർബിൾ ടൈൽസ് എല്ലാം സെലക്ട് ചെയ്തത്. പക്ഷേ എനിക്ക് കബോർഡിൻ്റെ കാര്യം അത്ര ഒരു പിടുത്തിയില്ല. അതെന്താണെന്നൊന്നും എനിക്ക് അന്നേരം അറിയില്ലേനു. അപ്പോൾ എന്താ പറയുക, അവരവരുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്ത് പോയി. ഉള്ളിൽ സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, വെറും ഇങ്ങനെ ഡോറ് മാത്രം അടിച്ചിട്ട് പോയി. എന്നിട്ട് പിന്നെ എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ളൊരു നല്ല അടിപൊളി കിച്ചൺ ആക്കാമെന്ന് ഇപ്പം വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കബോർഡ് താഴത്തത് ഫുൾ മാറ്റുന്നുണ്ട്. ഞാനെടുക്കാത്ത കുറേ പാത്രങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ വീട്ടിൽ കയറി നിൽക്കാൻ തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം അന്ന് ഉമ്മ വാങ്ങിച്ച് തന്നെയാണേ. അപ്പോൾ അത് ഇതിനകത്ത് കുറേ ഉണ്ട്, എല്ലാം എനിക്കെടുത്ത് മാറ്റണം. അപ്പൊ ഇന്ന് ഒപ്പരം എടുക്കുന്ന ലീവാണ്. 3-ാം നാളെ നമ്മളെ കാര്യമില്ലതാ. ഇതിപ്പോൾ മെഷീൻ വെച്ചിട്ട് പൊളിക്കുമ്പോൾ പൊടി മൊത്തത്തിൽ പാറുമല്ല. അതുകൊണ്ട് മേലത്തെ കബോർഡ് ഞാൻ തൽക്കാലം ഒരു തുണി വെച്ചിട്ട് അവിടെ കവർ ചെയ്യുന്നുണ്ട്. താഴത്തത് പിന്നെ പ്രശ്നമൊന്നുമില്ല, എന്തായാലും അത് പൊളിച്ച് മാറ്റേണ്ടി തന്നെയാണ്. അപ്പോൾ താഴത്തത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്.
ചുരിദാറാണ്. ഞാൻ ആർക്കോ കല്യാണത്തിനെടുത്ത് ചുരിദാറാണ്. ഷോപ്പ് ഞാൻ ആ സിങ്ക് പൊളിക്കൂലേ? സിങ്ക് പൊളിക്കുന്നില്ലേ? സിങ്ക് ഇപ്പം പൊളിക്കൂലേ? അപ്പൊ പുതിയതിടല് ടൈൽസ് കൊടുക്കണ്ടേ? അപ്പൊ ഒരുമിച്ചിട്ട് എടുത്താ പോരെ? ഇന്ന് സമയം ഉണ്ടാവോ? ഇല്ലല്ലേ? ഓക്കെ, നാളെ എടുക്കല്ലേ? ഇതാലാക്കാവൂലേ പൊടി? ഇവിടെ ഇട്ടാ പിന്നെ കച്ചറിയാവും, പിന്നെ ഞാൻ അടുക്കാൻ കഴിയുന്നത്. ഗ്യാസിലും വെക്കണ്ടേ? ഗ്യാസ് നിങ്ങൾക്ക് ഓൾസൈഡ് ബേക്കിൽ വെച്ചാൽ പോലെ ഗ്യാസ് സിലിണ്ടർ അതല്ലേ നല്ലത്. ഇതിപ്പോൾ ഫുള്ളായിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ടൈലൊട്ടിക്കാനുണ്ടാകും. എൻ്റെ പിന്നെ വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതേ ടൈല് കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ മേച്ചാകുന്നത് എന്തായാലും കിട്ടും, വൈറ്റ് തന്നെയല്ലേ, പ്രശ്നമില്ല. അപ്പോൾ അവർ പറയുന്നത് പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഗ്യാസ് സ്റ്റൗക്കെ ഇവിടത്തേക്ക് മാറ്റിക്കുകയെന്ന്. ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു നമുക്ക് 2 പിന്നെ അടുപ്പാക്കാം, അതായത് ഒരു ഗ്യാസ് സ്റ്റൗവും കൂടി വാങ്ങിയിട്ട് അവിടെ വെക്കാൻ നിലയ്ക്കൊരു വിചാരിക്കുന്നുണ്ട്. അല്ലോ എൻ്റെ തീരുമാനം എന്ന് വെച്ചാൽ പെട്ടെന്ന് മാറുവേ, എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റൂല. എന്തോ ഇന്ന പോലെ ഉണ്ടല്ലേ കുക്കർ. ആർന്ന് കളിക്കില്ല, മണ്ണ് അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞതാ. ഇങ്ങനെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി അവർ വരും. പിന്നെ ഇനിയും കുറേ പണിയൊക്കെ ഉണ്ട്. ഇവിടെ ടൈലൊട്ടിക്കണം, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പൊടിയെല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതെല്ലാം മാറ്റുന്നുണ്ട് കേട്ടോ, അതെല്ലാം മാറ്റുന്നുണ്ട്.